മനുഷ്യജീവിതത്തിൽ വീഴ്ചകൾ സ്വാഭാവികമാണ്. എന്നാൽ ഉയർച്ചകൾക്ക് വലിയ പ്രയത്നം ആവശ്യമുണ്ട്. ഒരാൾ ആഴങ്ങളിലേക്ക് വീഴാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വലിയ പ്രയത്നങ്ങളോ പരിശീലനമോ സമർപ്പണഭാവമോ ആവശ്യമില്ല. പക്ഷേ ജീവിതത്തിൽ ഉയർച്ചയാണ് വേണ്ടതെങ്കിൽ അതിന് സങ്കല്പവും സമർപ്പണവും സാർത്ഥകമായ ദിശാബോധവും വേണം. നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതൊരു മലയുടെ മുകളിൽ കൊണ്ടുചെന്ന് താഴേക്ക് തട്ടിയിട്ട് നോക്കൂ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അതിനെ സ്വാഭാവികമായി താഴേക്ക് വലിക്കും. പക്ഷേ അതേ വെള്ളത്തിനെ നിങ്ങൾക്ക് മലയുടെ മുകളിൽ എത്തിക്കാൻ വൈദ്യുതിയും യന്ത്രങ്ങളും പൈപ്പുകളും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ താഴേക്ക് വീണുപോവാൻ അധപ്പതിക്കാൻ യാതൊരു തരത്തിലുള്ള പരിശീലനവും ആവശ്യമില്ല. ഇതാ വഴിയിലൂടെ ഒരാൾ നടന്നു പോകുന്നു. അയാളെ ഒരു അക്രമി വന്ന് കത്തികൊണ്ട് കുത്തി വീഴ്ത്തുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല കത്തി എങ്ങനെ കണ്ടുപിടിക്കാമെന്നോ ശാസ്ത്രീയമായി അയാളെ എങ്ങനെ കുത്തി വീഴ്ത്താമെന്നോ എന്നും ആ അക്രമിക്ക് ഒരു സർവകലാശാലയിലും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അയാൾ ഉണ്ടാക്കിയ മുറിവുകളെ തുന്നിക്കെട്ടണമെങ്കിൽ പഠിച്ച് പാസ്സായ ഒരു ഡോക്ടറെ നമുക്ക് ആവശ്യമുണ്ട്. തെറ്റുകളിലേക്ക് പോയി വീഴാൻ, അക്രമം ചെയ്യാൻ നിങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. ഈ തകർന്ന സാമൂഹ്യ വ്യവസ്ഥിതിയും ദുഷിച്ച സംസ്കാരവും നമ്മുടെ ദുശ്ശീലങ്ങളുമൊക്കെ നമ്മെ സ്വയം തെറ്റുകളിലേക്ക് നയിക്കും. പക്ഷെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിന് ഒരു വ്യക്തിക്ക് സാഹസവും സങ്കല്പവുമൊക്കെ ഹൃദയത്തിൽ ഉണർത്തേണ്ടതുണ്ട്. ഈശ്വരീയമായ ശക്തിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തെ നിരന്തരമായി സാർത്ഥകമായ ഒരു മനോനിശയിൽ നിലനിർത്തിയാൽ മാത്രമേ പരിണാമം സാധ്യമാവുകയുള്ളൂ.